നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. മക്സവനുമായി ബന്ധപ്പെട്ട വ്യായാമ മുറയുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമ മുറകൾ മതം അംഗീകരിക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നിലപാടുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പൊതു ഇടങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, ഇത് അംഗീകരിച്ചു കൊടുക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് പറയുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ വിമർശനം. പൊതുവിടങ്ങളിൽ ഈ പുതിയ കാലത്ത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതോ ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതോ തെറ്റാണ് എന്ന് പറയുന്നവരും മതപരമായി അംഗീകരിക്കില്ല എന്ന് നിലപാടെടുക്കുന്ന ഒരു വിഭാഗം, അതല്ല ഇതിനെ അംഗീകരിക്കില്ല, സ്ത്രീക്കും പുരുഷനും തുല്യത വേണം എന്ന നിലപാടുമായി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, നേരിട്ട് തന്നെ ഇടതുപക്ഷവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ വിഭാഗം എന്നതുകൂടി ഓർക്കണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ രണ്ടുപേരും തമ്മിൽ അതിശക്തമായ വിമർശനം ഉയരുന്നത്. ഒന്ന് AP അബൂബക്കർ മുസ്ലിയാർ, മറുഭാഗത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കാന്തപുരമോ MV ഗോവിന്ദനോ ശരി? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. നമസ്കാരം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് കുറെ കൂടി മലബാർ മേഖലയായതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടി വ്യക്തമായി അറിയാമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നു അങ്ങനെയല്ല, ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള വ്യായാമമുറകൾ അംഗീകരിക്കില്ല, സ്ത്രീയും പുരുഷനും പൊതുവേദികളിൽ ഒരുമിച്ചിരിക്കുന്നത് ശരിയല്ല, അത് മതപരമായി ശരിയല്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിനെതിരെ അഭിപ്രായത്തിനെതിരെ അതിരൂക്ഷമായിട്ടാണ് ഇന്ന് MV ഗോവിന്ദൻ പ്രതികരിക്കുന്നത്. MV ഗോവിന്ദൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ പുതിയ കാലത്തും സ്ത്രീ പുരുഷ തുല്യത വേണ്ട എന്ന് പറയുന്നവരെ എന്ത് പറയണം എന്ന് അറിയില്ല എന്നതടക്കം ഉന്നയിക്കുന്നു. എന്താണ്, ആര് പറയുന്നതാണ് ശരിയെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇന്നലെ നമസ്കാരം പറയാൻ മറന്നതാണ്. പിന്നെ അവരെ അത് കുഴപ്പമില്ല, സ്ഥിരമായി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമസ്കാരം പറഞ്ഞു തുടങ്ങുന്ന ഒരാളാണ് ശ്രീ മുഹമ്മദ്. അത് മറന്നാണ്, അത് ഇന്നൊക്കെ പറയാൻ. പിന്നെ അവരെ ദുഃഖത്തിലും അനുശോചിക്കണേ. പിന്നെ ഇതിൽ പറയാൻ പോകാണ്. അപ്പോ ഇവിടെ മലബാർ പ്രദേശത്തും പ്രത്യേകിച്ച് കോഴിക്കോട് മഞ്ചേരിയൊക്കെ ഭാഗത്തും വളരെ കാലങ്ങളോളം മുമ്പ്, അതായത് പെണ്ണുങ്ങളൊക്കെ ബാക്കിലും ആണുങ്ങളൊക്കെ മുന്നിലും ഒക്കെയാണ്. അപ്പോൾ അത് ആണും പെണ്ണും ഒരേ തട്ടിൽ പാടില്ല എന്നുള്ളതാ നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത്. അപ്പോൾ അവര് പുറത്തിറങ്ങിയാൽ അതിൽ മതപരമായിട്ട് മോശമാണെന്നുള്ള പറഞ്ഞത്. അപ്പം മതത്തിന്റെ കാര്യത്തിലൊക്കെ ഒന്നും ഞാൻ നടക്കണില്ല. ഇപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഓഫീസാണെങ്കിൽ അവിടെ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. മറ്റൊരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുണ്ട്. കുടുംബശ്രീ ആണെങ്കിൽ അവിടെയുണ്ട്. ഏത് സ്ഥലത്തും സ്ത്രീകളുണ്ടാവും. അപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങാത്ത കുറെ സ്ത്രീകൾ ഞങ്ങളവിടെ ഉണ്ട്. എന്ത് കാര്യത്തിനും വോട്ട് ചെയ്യാനും വരെ പോകില്ല. എന്താ വെച്ചാൽ അങ്ങനെ മറച്ചു പിടിച്ച് കിടക്കുന്ന അവരുണ്ട്. അപ്പൊ ഏകദേശം ഈ സ്ത്രീകളൊക്കെ ഒന്ന് മനുഷ്യനെ കണ്ടിട്ടും പിന്നെ ആളെ അടി കൂടെ ഒക്കെ നടക്കാനും വോട്ട് ചെയ്യാൻ പോകാനും പിന്നെ ജോലിക്ക് അപേക്ഷിക്കാനും BSCക്കോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിലോ ഒക്കെ പോകാനൊക്കെ ഓല് പഠിക്കണ്ടേ? അപ്പൊ അത് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ മിനിമം ചന്തയ്ക്ക് പോകാനെങ്കിലും കഴിയണ്ടേ? ചന്തക്ക് റേഷൻ വാങ്ങാൻ പോകാനോ സാധനം വാങ്ങാൻ പോകാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രി പോകണ്ടേ? ആശുപത്രിയിൽ പോയാൽ അവിടെ ചെന്ന് പ്രത്യേകം സ്ത്രീക്കും പുരുഷനും പ്രത്യേക സംവിധാനമൊന്നും അല്ലല്ലോ. ശരി, ശ്രീ മൊയ്തീൻ കുഞ്ഞ് കൂടി ചേരുന്നുണ്ട് കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഒരു ഭാഗത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇടകലർന്നുള്ള വ്യായാമ മുറകൾ ശരിയല്ല, പൊതുവിടങ്ങളിൽ രണ്ടുപേരും അങ്ങനെ തുല്യരായി നിൽക്കുന്നത് മതപരമായി ശരിയല്ല എന്നാണ് പറയുന്നത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഇങ്ങനെയൊക്കെ പറയുന്നവരെ, ഈ പുതിയ കാലത്തും സ്ത്രീ പുരുഷ തുല്യത വേണ്ട എന്ന് പറയുന്നവരെ എന്ത് വിളിക്കണം എന്നറിയില്ല എന്ന് കടത്തി തന്നെ പറയുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണെന്ന് തോന്നുന്നു അക്കാര്യത്തിൽ ഒരു അഭിപ്രായമെങ്കിലും പറഞ്ഞത്. താങ്കളുടേതടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്കാര്യത്തിൽ എന്താണ് നിലപാടെന്ന് അറിയില്ല. എന്തായാലും താങ്കൾക്ക് എന്താണ് നിലപാട്? നമസ്കാരം കിരൺ. നമസ്കാരം. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വിഷയം ചർച്ചയിൽ വന്നേക്കുന്നത്. ഇന്നാണ് MV ഗോവിന്ദൻ വീണ്ടും ആദ്യം ഒരു അഭിപ്രായമൊക്കെ വന്നു പോയി. അത് ശരി തന്നെ. അല്ല, ഈ ഒരു കാന്താപുരമായിട്ടുള്ള ഒരു വിഷയം രണ്ടാമത്തെ ദിവസമോ? ശരി, അതെ, രണ്ടാമത്തെ ദിവസം. എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, MV ഗോവിന്ദൻ എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് മതത്തിലോട്ട് വരണം. മതത്തിൽ വന്ന് നിന്നുകൊണ്ട് വേണം ഇത് പറ്റി അഭിപ്രായം പറയേണ്ടത്. മത നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം, ഏത് മതത്തിൽപ്പെട്ട നേതാക്കന്മാർക്കും. രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ MV ഗോവിന്ദന് പറയാൻ BJPയെയും കോൺഗ്രസിനെയും പറ്റിയേ പറയാനുള്ളൂ.
അതേ പറയാൻ പാടുള്ളൂ. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ചെറിയൊരു സംശയം. ഇതിപ്പോൾ ഒരു കേരളത്തിലെ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ സ്ത്രീകൾക്ക് തുല്യത വേണ്ട എന്ന തരത്തിൽ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉത്തരവാദിത്വമില്ലേ? മത നേതാക്കന്മാര് പറയട്ടെ. അല്ല, മത നേതാക്കന്മാരല്ലല്ലോ പറയണം. മത നേതാക്കന്മാർ തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാലും CPM-നാലും അല്ലേ? അപ്പൊ കിരണേ, ഞാൻ പറയട്ടെ, കാന്താപുരം പറഞ്ഞേക്കുന്നെന്ന് പറയുന്നത് ഈ നമ്മളിപ്പം ഈ ഒരു എക്സസൈസിന് കയറുക എന്ന് പറയുന്നത് ടൈറ്റായ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും കയറുന്നത്. അങ്ങല്ലാവണ്യം കാണിക്കുന്ന എക്സസൈസിന് ടൈറ്റായ വസ്ത്രം ധരിച്ചല്ല, അവരെല്ലാം ലൂസായ വസ്ത്രം ധരിച്ചാണ് എക്സസൈസിന്. പ്രത്യേകിച്ച് ടൈറ്റായ വസ്ത്രം ധരിച്ച് ഇത്തരം എക്സസൈസുകളൊന്നും ചെയ്യാൻ ആരും പറയില്ല. ലൂസായ വസ്ത്രം വേണം ധരിക്കണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങളൊക്കെ താങ്കൾക്ക് വ്യക്തമല്ലേ? ദൃശ്യങ്ങൾ കാണാമല്ലോ താങ്കൾക്ക്. ഈ ദൃശ്യങ്ങൾ കാണാമല്ലോ. ആ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിൽക്കുന്ന ആരെങ്കിലും താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി? അത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? അതൊക്കെ വെച്ചായിരിക്കും ഈ ഇങ്ങനെ പറയുന്നത്. എല്ലാ ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. നമുക്ക് ചിലത് ടൈറ്റ് ഉണ്ട്, ചിലത് വെറും ലൂസ്. എന്നാലും ഈ പുതിയ കാലത്ത് ഇതൊക്കെ മാറേണ്ടതല്ലേ ശ്രീ മൊയ്തീൻ കുഞ്ഞ്? പുതിയ കാലത്ത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരേ സ്ഥലത്ത് പോകുന്നു, ഒരേ ആശുപത്രിയിൽ പോകുന്നു, അല്ലെങ്കിൽ അവർ പുറത്ത് പൊതു മാർക്കറ്റിൽ പോകുന്നു, വാഹനത്തിൽ കയറുന്നു, പൊതുവാഹനങ്ങളിൽ കയറുന്നു. അവിടെയൊക്കെ എല്ലാവരും സ്ത്രീയും പുരുഷനും ഇടകലർന്നല്ലേ ജീവിക്കേണ്ടത്? അങ്ങനെയല്ലേ ജീവിച്ചല്ലേ കുട്ടികളടക്കം പഠിക്കേണ്ടത്? ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ. അല്ല, ഈ അല്ലല്ല, അത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞതാ. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ഇത് പറ്റി നമ്മൾ ഈ അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് MP ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടാണ്. ശരി, എന്തായാലും MP ഗോവിന്ദൻ മാത്രമല്ല പറയേണ്ടതെന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം കാര്യങ്ങൾ, സ്ത്രീപുരുഷ വിഷയമൊക്കെ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിലൊക്കെ അഭിപ്രായം. ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയമൊക്കെ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുത്തില്ല. എന്നാൽ അത് ഒരു മതത്തിന്റെ കാര്യമായിട്ട് ഇനി നമുക്ക് അഭിപ്രായം പറയേണ്ട എന്ന് പറഞ്ഞാൽ ആരും മാറിയുന്നു ഇല്ലല്ലോ. അതിനകത്ത് മുസ്ലിം സമുദായമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമോ അതിനകത്ത് ഇടപെട്ട് പ്രധാനപ്പെട്ട പലരും ഈ മത നേതാക്കൾ തന്നെ പലരും ഈ സ്ത്രീ പ്രവേശനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തല്ലോ. അത് ശ്രീ മൊയ്തീൻ കുഞ്ഞ് അന്ന് സ്വീകരിച്ചിരുന്നോ? ഈ പ്രധാനപ്പെട്ട മത നേതാക്കളൊക്കെ പലപ്പോഴും യാഥാസ്ഥിക നിലപാടുകളിൽ അവരെല്ലാവരും ഒന്നാണ്. അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പലരും ഭൂരിപക്ഷം പേരും അങ്ങനെയൊക്കെയാണ്. ശരി, എന്തായാലും ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സ്ത്രീകളും പുരുഷന്മാർക്കും തുല്യത വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിന് തന്നെ എതിരായിട്ടാണ് ശ്രീ അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചത്. അപ്പോൾ അതിനെതിരെ ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു അത് ഇങ്ങനെയൊക്കെ പറയുന്നവരെ എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്ന്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു? സാറേ നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസം ആയല്ലോ വിളിച്ചിട്ട്. അല്ല, കഴിഞ്ഞിടയ്ക്കൊക്കെ വിളിച്ചൊന്നും കിട്ടുന്നില്ലായിരുന്നല്ലോ. വിളിച്ചിട്ട് കിട്ടാതിരുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാ തിരക്കാ. ശരി, ഞാൻ വിചാരിച്ചത് അനിയൻകുട്ടനെ കാണുന്നില്ലല്ലോ എന്ന്. പ്രേക്ഷകരൊക്കെ കൂടി വരുവല്ലേ, പിന്നെ നമ്മൾ ഒരാഴ്ച റെസ്റ്റ് അങ്ങ് എടുത്തു. ശരി, ഓക്കെ. എന്നാലും പരിപാടി കാണുന്നുണ്ടല്ലോ. ഉണ്ട്. പരിപാടി 4 മണിയാവും കറക്റ്റ് വെക്കും. അത് ശരി, ഓക്കെ. പറഞ്ഞു. ചാനലാ കൂടുതലും കണ്ടോണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. പറഞ്ഞു സാറേ, വിഷയത്തിലോട്ട് വരാം. ഇപ്പം ഈ മൈക്ക് സെവൻ ആണല്ലോ ഇതിന് എല്ലാം കുഴപ്പമായത്. അതെ. അപ്പം അകത്ത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവരെ സ്ത്രീകളെ അങ്ങനെ ഒരു പരസ്യമായിട്ട് ഇറക്കി വിടുകയോ ഒന്നുമില്ല. അവരെ അടുക്കളയെ മാത്രം ഇട്ടുകൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ഒരു രീതി അവർക്കുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം കുറെ കാലമായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങി വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. അത് അവർ തടയാൻ പാടില്ല. അവർ രംഗത്ത് ഇറങ്ങട്ടെ. അവർ അടുക്കളയിൽ തന്നെ കിടന്ന് കഴിഞ്ഞു കൂടിയാൽ മതിയോ? അത് അവരെ തന്നെയല്ല, പല വീടുകളിലും ഉണ്ട്. ഭൂരിപക്ഷം സ്ത്രീകൾ വീട്ടിൽ തന്നെ അടിമയായിട്ട് കിടന്ന, അടിമയല്ല, അവരുടെ ജോലി നോക്കി വീട്ടുകാരനെ തന്നെ നോക്കി ഇറങ്ങുക. സമൂഹത്തിറങ്ങി ഒരു ക്ലബിലോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള കലാപരിപാടിയിലോ ഒന്നും ഇവർ ബന്ധപ്പെടാത്ത ഒത്തിരി അനേകം സ്ത്രീകളുണ്ട് സാറേ. ഒത്തിരി സ്ത്രീകളുണ്ട്. അവരൊക്കെ രംഗത്തോട്ട് ഇറങ്ങി വരട്ടെ. ഇനി എന്ത് ആഘോഷപ്പെടാനും അവരെല്ലാം പങ്കെടുക്കണം. അവരിങ്ങനെ പോകേണ്ടവരല്ല. ശരി, ശ്രീ അനിയൻകുട്ടൻ, തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വയനാട്ടിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അവർ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൊതുവേദിയിലേക്ക് മടങ്ങി വരാം ഈ ദൃശ്യങ്ങൾക്ക് ശേഷം. അനീഷ, ഇപ്പോഴെന്താണ് നാട്ടുകാർ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം? ഈ കടുവയെ വെടിവെച്ച് കൊന്നിട്ട് പിരിയാവൂ എന്നാണോ?
അനീഷ്, നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഈ പ്രതിഷേധത്തിന് ഇപ്പോഴത്തെ പ്രധാന ആവശ്യം എന്താണ്? കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളത് തന്നെയല്ലേ? ഞങ്ങളുടെ പ്രതിനിധി അനീഷ് അവിടെ ഉണ്ട്. ഈ തിരക്കിനിടയിൽ വലിയ ബഹളമൊക്കെ നടക്കുകയാണ്. അവിടെ വനം വകുപ്പിന്റെ ബേസ് ക്യാമ്പ് ഉപരോധിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്നു ഭക്ഷിച്ച കടുവയെ വെടിവെച്ച് കൊല്ലണം ഉടൻ തന്നെ, അതിനെ കൂടുവെച്ച് പിടിക്കുക. പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിയായ കടുവയെ പിടിക്കാത്തതിന് നാട്ടുകാരുടെ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് അറിയിച്ച കളക്ടർ 4 മണിയായിട്ടും എത്തിയില്ല. ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ നാട്ടുകാരുടെ ശ്രമം ഈ സമയത്ത് ഉണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കളക്ടർക്കെതിരെ കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ രാവിലെ ഒരു സ്ത്രീയെ കടുവ കൊന്നു ഭക്ഷിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം മന്ത്രിക്കൊപ്പം മാത്രമാണ് കളക്ടർ ആ സ്ഥലത്ത് എത്തിയത്. അതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. മന്ത്രി OR കേളു ഇടപെട്ടാണ് അവസാനം പ്രതിഷേധം തണുപ്പിച്ചത്. ഇന്നും കളക്ടർ 3 മണിക്ക് യോഗത്തിനെത്താമെന്ന് പറഞ്ഞ കളക്ടർ 4 മണിയായിട്ടും എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ. അനീഷ്, കേൾക്കാമോ? ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജില്ലാ കളക്ടർ രാവിലെ പ്രതിഷേധിച്ച നാട്ടുകാരുമായി ചർച്ച നടത്താനായി ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ 4 മണിയായിട്ടും കളക്ടർ എത്താത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രകോപിതരായിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തകുന്ന മുറിക്ക് പിൻവശം മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന നാട്ടുകാരെ നമുക്ക് കാണാം. ഉദ്യോഗസ്ഥരുമായി വ്യവസ്ഥ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികമാണ് കളക്ടർക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് തുടരുന്നത്. രാവിലെയാണ് ഈ രാധയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പ്രതിഷേധവുമായി വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പിനടുത്തേക്ക് നാട്ടുകാർ എത്തിയത്. അതിനുശേഷം അവിടെ 100-ലധികം ആളുകൾ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചെങ്കിലും പിന്നീട് പുരുഷന്മാർ സ്ഥലത്തു നിന്നും മാറുകയും സ്ത്രീകൾ മാത്രം, ആദിവാസികൾ അടക്കമുള്ളവർ മാത്രം ബേസ് ക്യാമ്പിന്റെ ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന റൂമിന്റെ മുൻവശത്ത് പ്രതിഷേധിക്കുകയുമായിരുന്നു. ഇതിനുശേഷമാണ് കളക്ടർ സ്ഥലത്തെത്തി ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താമെന്ന് അറിയിച്ചത്. എന്നാൽ ഈ ഇത്തരത്തിൽ ഒരു ആളുകൾ വളരെ മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുമെങ്കിലും ഉച്ചഭക്ഷണം പോലും കഴിക്കാതിരുന്നവർക്ക് പിന്നീട് ഈ ക്യാമ്പിന്റെ വളപ്പിൽ തന്നെയാണ് ഭക്ഷണമുണ്ടാക്കി പാകം ചെയ്ത് വിതരണം ചെയ്യുകയും ചെയ്തത്. എന്നാൽ അരുന്ധതിയെ പോലുള്ള ഈ വെറ്ററിനറി സർവീസ് അടക്കമുള്ള ആളുകൾ എത്തിയെങ്കിലും കളക്ടർ എത്തുകയോ നാട്ടുകാരുമായി ചർച്ച നടത്തുവാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം അണപൊട്ടിയിരിക്കുന്നത്. എന്തായാലും കടുവയെ വെടിവെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ കളക്ടറുടെയോ പക്കൽ നിന്നും കൃത്യമായൊരു ഉറപ്പ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അനീഷെ, കളക്ടർ എത്താത്തതിന്, കൃത്യസമയത്ത് എത്താത്തതിന് മറ്റെന്തെങ്കിലും വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ഒരു വിശദീകരണം കളക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നൽകിയിട്ടില്ല. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ കളക്ടർക്കെതിരെ വലിയ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. രാവിലെ 10 മണിയോടെ അപകടം നടന്നിട്ടും വൈകുന്നേരം മന്ത്രിയോടൊപ്പം മാത്രമാണ് കളക്ടർ ഇവിടെ എത്തിയത്. പക്ഷേ അവർ നൽകിയ വിശദീകരണം മാവോയിസ്റ്റ് ഭീഷണിയുമായി ബന്ധപ്പെട്ട കണ്ണൂരിലൊരു യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗം പാതി വഴിയിൽ ആക്കിയാണ് ഇവിടേക്ക് വന്നത്. അവിടെ നിന്നും എത്താനുള്ളൊരു സമയക്കുറവാണ് എന്നവർ വിശദീകരണം നൽകിയിരുന്നു. ഇന്നലെ രാത്രിയുടെ വീട് സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ചെക്ക് നൽകിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയ കളക്ടറുടെ വാഹനം നാട്ടുകാർ തടയുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന മന്ത്രി OK കേളു ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം സംസാരിച്ച ഉടനെ നാട്ടുകാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ അംഗീകരിക്കുകയും കളക്ടറെ കടത്തിവിടുകയുമായിരുന്നു. മന്ത്രി അടക്കമുള്ള ആളുകൾ മണിക്കൂറുകളോളം ഈ ദുരന്ത മേഖലയിൽ തങ്ങുമ്പോൾ എന്തുകൊണ്ട് കളക്ടർക്ക് എത്താൻ പറ്റുന്നില്ല എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അകത്ത് ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ ഒരു കൂട്ടം ശ്രമിക്കുമ്പോൾ മറുവശത്ത് സ്ത്രീകളടക്കമുള്ളവർ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിരൺ, ഇപ്പോൾ യോഗത്തിന് എത്തിച്ചേരേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ?
വളരെ വിപുലമായ യോഗം അല്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ തന്നെ സ്ഥലത്തുണ്ട്. അവർ CCF അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ചേർന്നിട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നു. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറി അല്പസമയം മുമ്പ് എത്തി. എന്തായാലും അല്പസമയത്തിനകം കളക്ടർ എത്തുമെന്ന ഒരു അറിയിപ്പ് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നും ഒരു ആരോ നമുക്ക് കേൾക്കാം. ആളുകൾ വീണ്ടും അകത്തേക്ക് കയറുന്ന കാഴ്ചകൾ കാണാം. എന്തായാലും പ്രതിഷേധക്കാരെ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് പിന്തിരിച്ചു. അവര് കുടിക്കാനുള്ള കുടിവെള്ളം പോലും നിലവിലില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ മനുഷ്യരല്ലേ സാർ, അവർ മനുഷ്യരല്ലേ? അതാണ് കുടിക്കാനുള്ള വെള്ളം, അതാണ് ഇവിടെ നിന്നുകൊണ്ട് അവര് വീട്ടിൽ പോയി കുടിക്കാം. അതെ, കടുവലുണ്ട്. കാട്ടിനുള്ളിലേക്ക് കടുവനെ ട്രാക്ക് ചെയ്യാൻ
വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന സ്ത്രീയെ ഇന്നലെ ഞങ്ങൾ കൊള്ളാൻ തയ്യാറല്ലേ? ഞങ്ങൾ തല്ലിക്കൊള്ളു. ഈ നാട്ടിലെ തല്ലി തീർക്കേണ്ടി വരും. പിടിച്ചാൻ വരാൻ പോയി നോക്കണം. ആരാണെങ്കിലും നിങ്ങൾക്കല്ലേ പോയിട്ട് ഒന്ന് പോയി നോക്കണം. നിങ്ങൾ എന്തെങ്കിലും പോകാൻ വഴി കാണാൻ പറയും സാറേ. അറിയില്ല. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ തിരിക്കുന്നല്ലേ? ഞങ്ങൾ എന്തെങ്കിലും ഇതുവരെ വൈകാരികമായിട്ട് പോയില്ല. ഞങ്ങൾ 1 മണിക്ക് പറഞ്ഞു 3 മണിയാകുമ്പോൾ വരുമല്ലോ. പുറപ്പെട്ടു. ആ മനസ്സിലായി. നിങ്ങൾ ആരും ഞങ്ങൾ പറ്റില്ലല്ലോ. പക്ഷെ സാറിന് 1 മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കുന്നു പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇല്ലാത്ത ആളെ 3 മണിക്ക് വരാന്ന് പറഞ്ഞാൽ
കാത്തുന്നത്. 3 മണി പറഞ്ഞിട്ട് 4 മണി വരെ കാത്തുന്ന അയാൾ വരും. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ഇന്നലെ ഒരു സ്ത്രീയെ കൊന്ന് ഭക്ഷിച്ചിരുന്നു. ആ കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് യോഗം പറഞ്ഞിരുന്നത്. പക്ഷേ യോഗത്തിന് 4 മണിയായിട്ടും കളക്ടർ എത്തിച്ചേർന്നില്ല. ഇന്നലെയും രാവിലെ അപകടമുണ്ടായിട്ട് വൈകുന്നേരം മന്ത്രി വരുമ്പോഴാണ് കളക്ടറും എത്തിച്ചേരുന്നത്. അന്നേരവും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. കടുവയെ കൊല്ലണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. അത്രത്തോളം ഭീതിയിലാണ് ആ ജനത കഴിഞ്ഞുകൂടുന്നത്. അവിടെ കടുവയെ വെച്ച് പിടിക്കാനുള്ള ശ്രമത്തോടൊന്നും നാട്ടുകാർ യോജിക്കുന്നില്ല. അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളും ആവശ്യങ്ങളുമായി നാട്ടുകാർ ശക്തമായി തന്നെ രംഗത്ത് നിൽക്കുകയാണ്. ആ പ്രതിഷേധ രംഗങ്ങളാണ് കാണുന്നത്. നമുക്ക് ന്യൂസ് 18 പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങി വരാം. വയനാടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം വന്നുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് സമയം അതിനുവേണ്ടി അല്പം നൽകേണ്ടി വന്നത്. ശ്രീ ജോസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ ജോസ്, ക്ഷമിക്കണം, അല്പം കാത്തു നിർത്തേണ്ടി വന്നതിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്നുകൊണ്ട് അവിടുത്തെ മനുഷ്യരുടെ ജീവൻ്റെ പ്രശ്നമാണ്. അവർ ആ കടുവ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് കൊന്ന് തിന്നത്. അത്രത്തോളം അങ്ങനെ വരുമ്പോൾ അവരുടെ ഭീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് ഈ പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വേണ്ട എന്നുള്ള നിലപാടാണ്. അതിന് വ്യായാമ കൂട്ടായ്മയായാലും മറ്റെന്തായാലും അവിടെ അതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നും അദ്ദേഹം ശക്തമായി തന്നെയാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് പിന്തിരിപ്പന്മാർക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല എന്നാണ്. കാന്തപുരത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആരെയാണ് ഉന്നം വെച്ചതെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കാന്തപുരം പറഞ്ഞതാണോ അതോ MV ഗോവിന്ദൻ പറഞ്ഞതാണോ ശരി? സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നാളെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ വന്യമൃഗങ്ങളെ പറ്റി ചർച്ച ചെയ്ത് ഇടുക്കിയിൽ ജോസ് വിളിച്ചായിരുന്നു. ആനയാക്രമണം വിളിച്ചു. സാറേ ഞാൻ ഈ വയനാട്ടിലേക്ക് വെച്ച് ഒന്ന് പറഞ്ഞോട്ടെ സാറേ. നമ്മളത് ഇന്നലെയും ഞാൻ നമുക്ക് വയനാട് ചർച്ച ചെയ്താണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു വിഷയം എടുത്തത്. പറഞ്ഞോളൂ എളുപ്പം പറഞ്ഞു. സാറേ അത് സങ്കടകരമാണ്. ഞങ്ങളെല്ലാം ഈ വനാന്തരങ്ങളുടെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരി. ഇതേമാതിരി വനങ്ങൾ സ്ഥിരമായിട്ട് ഇറങ്ങി ജനങ്ങൾ ദ്രോഹിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോലീസിനോ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് വീണ്ടും ഉണ്ടാവുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വനനയമുണ്ടല്ലോ സാറേ, അതിൽ നിന്ന് ഒരു തിരുത്തൽ വരുത്തണമെന്ന് നമ്മളൊക്കെ ആഗ്രഹമുണ്ട്. ഈ കേരളത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ അവിടുത്തെ MP ഉണ്ട്, ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ MP മാരും കേന്ദ്രത്തിൽ ചെന്ന് ഇതിനെ പറ്റിയിട്ട് ഈ കേരളത്തിലുള്ള വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് വനനിയമം 1972 69 വനനിയമം തിരുത്തുന്നതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്ന് അടിയന്തരമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം സാറേ. ശരി, വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. താങ്കളുടെ അഭിപ്രായം ഉൾക്കൊള്ളുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആ വനത്തിന്റെ വിഷയത്തിലുള്ള ഗൗരവം കൊണ്ടാണ് നമ്മൾ പൊതുവേദിയുടെ ഇടയ്ക്ക് ആ വിഷയം നൽകിയത് തന്നെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം കൂടി അംഗീകരിക്കുന്നു. കൊല്ലത്തു നിന്നും ശ്രീ ഷാനൂറാണ്. ശ്രീ ഷാനൂർ, താങ്കൾ ഈ കാന്തപുരം പറഞ്ഞതും കാന്തപുരത്തിന് മറുപടിയായി MV ഗോവിന്ദൻ പറഞ്ഞതും അദ്ദേഹത്തിന് മറുപടിയായി വീണ്ടും കാന്തപുരം പറഞ്ഞതും ഇന്ന് വീണ്ടും പിന്തിരിപ്പന്മാർക്കല്ലാതെ മറ്റാർക്കും സ്ത്രീ തുല്യത വേണ്ട എന്ന് ഈ പുതിയ കാലത്ത് പറയാനാവില്ല, അത്തരക്കാരുടെ ശാഠ്യങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. താങ്കൾ ആര് പറഞ്ഞ പക്ഷത്താണ് നിൽക്കുന്നത്? ഞാൻ ആര് പറഞ്ഞ പക്ഷത്തൊന്നല്ല. ഇവിടെ സമത്വമാണ് ഉണ്ടാകേണ്ടത്. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ്, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് ഇസ്ലാമിക നയമായിരിക്കും പറയും. പക്ഷേ നമ്മളെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് സമത്വം തന്നെയാണ് വേണ്ടത്. നമ്മുടെ റേഷൻ കാർഡുകളിൽ പോലും ഇപ്പോൾ ഗ്രഹനാഥ ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്ത്രീയാണ് എല്ലാ വീടുകളിലും, സർക്കാർ പോലും പറയുന്നത്. അതുകൊണ്ട് സമത്വം ഇവിടെ അത്യാവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു വേദിയിൽ ഒന്നിച്ചു വന്നെന്നോ ഒരു വേദിയിൽ നിന്നെന്നോ വ്യായാമം ചെയ്യുന്നെന്നോ എന്നും പറഞ്ഞ് അങ്ങനെ ലോകമൊന്നും ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയപരമായി MV ഗോവിന്ദനെ അനുകൂലിക്കുന്നില്ലെങ്കിലും ഇത് നയപരമായ ഒരു കാര്യമാണ്. ഈ സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെയാണ്. ഒരു ലിംഗവ്യത്യാസവും ഇല്ലാത്ത രീതിയിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. മതനേതാക്കൾ മതപരമായ കാര്യങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞോട്ടെ, നമ്മൾ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. മതകാര്യങ്ങൾ പഠിപ്പിക്കുവാനും മതത്തിന്റെ നന്മകൾ പഠിപ്പിക്കാനും ഒക്കെ അവർ മുന്നോട്ട് വരട്ടെ. സൂചിപ്പിച്ച പോലെ ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഞാനൊരു സ്ത്രീയെ ഒരു പൊതുവേദിയിൽ കാണുന്നെന്നോ ഒരു സ്ത്രീ നടക്കാൻ കാലമൊക്കെ എന്നേ കഴിഞ്ഞില്ലേ? മുസ്ലിം സ്ത്രീകളൊക്കെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് തന്നെ മുസ്ലിം സ്ത്രീകളൊക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾ നല്ലൊരു ശതമാനം മലപ്പുറത്ത് നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല കിരൺ, ഞാൻ പറയുന്നത് ലോകത്തെ ഇസ്ലാമിന്റെ ഈറ്റിൽ നിന്ന് സൗദി അറേബ്യയിൽ പോലും അവര് പോലും അവരുടെ നിയമങ്ങൾ മാറ്റി. ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളാണ്. നേരത്തെ അവിടെ പർദ്ദ ഇടുന്നവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പർദ്ദ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, വലിയ പ്രശ്നങ്ങളാണ്, എല്ലാവരും മുഖം മറയ്ക്കണം. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. സൗദി അറേബ്യ പോലും മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ
എങ്ങനെയാണോ ഒരു മനുഷ്യൻ മര്യാദയായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കേണ്ടതെന്നുള്ളത് അവർ പോലും പറയുന്നു. അപ്പം എനിക്ക് പറയുവാനുള്ളത്, MP ഗോവിന്ദൻ ഇടതുപക്ഷക്കാരനാണെങ്കിലും പറയുന്നതിൽ ഒരു കാമ്പുണ്ട് എന്നാണ് എനിക്ക് ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ്, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ കേട്ട് കാണുമല്ലോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും MP ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ. താങ്കൾക്ക് ആര് പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. അതിനു മുന്നേ ഒരു സെക്കൻഡ് പറഞ്ഞോളൂ. വയനാട്ടിലെ ആ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലുതന്നെ വേണം. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വയനാട്ടിൽ ജനിച്ച ഒരാളാണ്. ഞാൻ ഇന്നലെ സാറിന് വിളിച്ചിരുന്നു, ഇന്നലെ സംസാരിച്ചു. നമ്മള് കഴിഞ്ഞ 2 ദിവസങ്ങൾ ആ വിഷയം സംസാരിച്ചാണ്, അതുകൊണ്ടാണ് പുതിയൊരു വിഷയം എടുത്തത്. ഇതിൽ ഇവര് രണ്ടാള് പറയുന്നതും ശരിയല്ല. അതെന്താണ്? കാന്തപുരം ഇപ്പോ CPM-നോട് അകലെയാന്ന് ഗോവിന്ദ മാഷക്ക് മനസ്സിലായപ്പോ ഇനി അതുകൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇതില് അഭിപ്രായം പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ അഹമ്മദ് ബാവ? നേരത്തെയും കാന്തപുരത്തിനെതിരെ CPM-ന്റെ അദ്ദേഹത്തെ പറയുന്ന എന്താണ്, അദ്ദേഹത്തെ മറ്റ് മതത്തിൽ തന്നെയുള്ള മറ്റ് പുരോഹിതന്മാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് എന്താണെന്നൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. അത് രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞല്ലേ. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടില്ലേ? ഇവരുടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ കാന്തപുരം. അതെ അല്ലേ? അത് ഒന്നിച്ചു നിൽക്കുന്നതിന് രണ്ടാമത് നിന്നാലും ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പുതിയ കാലത്തിന് യോജിച്ച അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക എന്നുള്ളതല്ലേ. ഒന്നിച്ച് ഇന്നോർ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ അടുത്ത അഭിപ്രായം പറയുമ്പോ പറഞ്ഞോളൂ. ഇനി കാന്തപുരത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ലായിരുന്നു. 5ാം ക്ലാസ് താങ്ക് യു എന്ന് പറഞ്ഞതിന് അസൻ മുസ്ലിയാരെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനും പറ്റിയില്ല. പിന്നെ അത് മാറ്റി അതിൽ നിന്ന് പണം ഉണ്ടാവും തോന്നിയപ്പോ ഇവര് കോളേജ് തുറന്ന്, സ്കൂള് തുറന്ന്, എല്ലാം തുറന്ന് അതില് MHD PhD എന്തൊക്കെ അക്ഷരമാണോ വിദ്യാഭ്യാസത്തിലുള്ളത് അതൊക്കെ പഠിക്കാൻ തുടങ്ങി. മുൻപ് കല്യാണ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞ് അത് അടുക്കള ഭാഗം ഒഴിവാക്കിയിട്ട് എടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയങ്ങളിലോ പള്ളികളിലോ ഒക്കെ നിക്കാഹ് നടക്കുമ്പോ ടെലിഫോണിൽ അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ടെലിഫോൺ ഇല്ലാതെ ഈ വിഭാഗം നിക്കാഹിന് തന്നെ തയ്യാറല്ലാത്ത ഒരു രീതിയിലാണ്. ഇപ്പൊ ഇവിടെ എവിടെയാ കാന്തപുരത്തിന് ഒരു നന്ദി കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ അറിയാം, വ്യായാമം തന്നെ അനിസ്ലാമികമാണെന്ന് ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ. അത് വലിയൊരു ഇതാണ്. അല്ലെങ്കിൽ വ്യായാമം തന്നെ അനിസ്ലാമികം എന്ന് പറയുന്നു. ഇവര് ഇവിടുന്ന് മറ്റൊരു വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോയാൽ അവിടെ ഇവരെന്താ ചെയ്യുന്നത് എന്ന് 40 വർഷത്തിൽ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ എവിടെ ആണും പെണ്ണും ഇടകലർന്നിട്ട് വ്യായാമം ചെയ്യുന്നത് ഉണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഞാനത് കണ്ടില്ല. ആണും പെണ്ണും ഇടകലർന്ന് വ്യായാമം ലോകത്ത് വേറെ രാജ്യത്തും ചെയ്യില്ലേ? എല്ലാം ഇവിടെ അത് ഇടകലർന്നിട്ട് ചെയ്യുന്നേ ഇല്ല. ഇടകലർന്നിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇതില് ഈ MEC 7 അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ അതൊന്ന് പോയി MEC 7 ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അതല്ല, പുതിയ കാലത്ത് ആണും പെണ്ണും ഒരുമിച്ച് വ്യായാമം ചെയ്യുകയോ ഓഫീസിൽ പോവുകയോ സ്കൂളുകളിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെ നമുക്ക് സമൂഹത്തിൽ എവിടെ ജീവിക്കണമെങ്കിലും ആണും പെണ്ണും ഒരുമിച്ചല്ലേ ജീവിക്കാൻ കഴിയും. അല്ലാതെ നമുക്ക് പുരുഷന്മാർ പോകുന്നിടത്ത് പോകില്ല എന്ന് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഓരോ സമയത്ത് ഇവർക്ക് കാര്യം കിട്ടുന്നില്ല എങ്കിൽ വേറൊരു അഭിപ്രായം, കാര്യം കിട്ടുമ്പോ വേറൊരു അഭിപ്രായം മാറ്റി പറയുന്ന മതപണ്ഡിതന്മാരാണ് ഇതൊക്കെ. ഇവരെന്ത് വിധത്തിലാണ് ഇപ്പൊ ഇത് പറയാ? ഇവ ഓഫീസുകളിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓഫീസുകളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പൊ ഇനി മക്കത്ത് പക്ഷേ ഈ കേരളത്തിലെ MP ഗോവിന്ദൻ അല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. എന്താണ്? അത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും. അതിന്റെ ബാക്കിൽ അത് കണ്ടമാനം വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഅബ മക്കയിൽ, സൗദി അറേബ്യയിലെ മക്കയിൽ കഅബത്ത് ഹജ്ജിന്റെ സമയത്ത് തവാഫ് നടക്കുന്നുണ്ട്. കഅബൻ ചുറ്റുക, അവിടെ ആണും പെണ്ണും കൂടിയാണ് ചുറ്റുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ ഇവര് അത് തെറ്റാണെന്ന്. ശരി, ഓക്കെ. താങ്കളുടെ ചോദ്യം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ പുതിയ കാലത്തും ഉദാഹരണങ്ങൾ മതത്തിനുള്ളിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളം എത്ര അർപ്പണിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ. അതെന്താണ്? അതെന്തെന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. ഞാൻ ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ വ്യക്തിപരമായിട്ട്. അതെ. അല്ലാതെ ബാക്കി
ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കിയത് പണ്ട് കാലത്ത് മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്, പറഞ്ഞു. അപ്പോ ഇത് നമ്മൾ ഈ ഇത്രയും പുറകിലേക്ക് പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. പുറം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവർ ജീവിക്കുന്നത് ഏതവസ്ഥയിലാണ്? നമ്മൾ ഈ കേരളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട്. ശരിയാണ്. ഇത് മാത്രം ഈ ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ സ്വാമിയൊക്കെ കയ്യാറ്റുകരയിൽ ഗോവന്റെ സമാധിയൊക്കെ കണ്ടില്ലേ നമ്മൾ? അതെ, കണ്ടു. ഈ എല്ലാ മതത്തിലും ഇത്തരം മൗലികവാദികൾ, യാഥാസ്ഥികവാദികളൊക്കെ പിടിമുറുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ശരി തന്നെ. ഈ ഇത്തരം വാർത്ത നമ്മൾ ഏതവസ്ഥയിലാണ്? ജപ്പാനും അമേരിക്കയൊക്കെ എവിടെ എത്തി? നമ്മൾ കേരളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇത്രയും വിവരമില്ലാത്ത മനുഷ്യര് ഈ വാർത്ത കാണുമ്പോൾ ഈ ജപ്പാനിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പൊതുവിടങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമ കൂട്ടായ്മയായാലും മറ്റൊന്നും പാടില്ല എന്നുള്ള നിലപാടുമായി കാന്തപുരം നിൽക്കുന്നു. അത് പിന്തിരിപ്പൻ നിലപാടാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. ആരുടെ അഭിപ്രായത്തോടാണ് യോജിക്കാൻ കഴിയുക? ശകലം സമയം തരണം. പറയാനുള്ള പറഞ്ഞു. അദ്ദേഹത്തിന് പറയായിരുന്നു, അദ്ദേഹത്തിന്റെ സമുദായത്തിനകത്തോ അല്ലെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കകത്തോ പറയുന്നതിന് കുഴപ്പമില്ല. അവിടെയും പറയരുത്. അവിടെ എങ്ങനെയാണ് സമുദായത്തിനകത്തായാലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാ? അവിടെ ഈ പുതിയ കാലത്ത് വന്നിട്ട് എന്റെ സമുദായത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും തുല്യത വേണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ? സമുദായത്തിനകത്ത് പോലും, വീട്ടിൽ പോലും പറയരുത്. അല്ല, ഒതുക്കത്തിലൊക്കെ പറയുന്നുണ്ടെന്ന് കുറെ പറയുന്നൊക്കെ. ശരി, പറഞ്ഞോളൂ. അത് പറഞ്ഞോട്ടെ. ആരും അറിയരുന്നുള്ളൂ കേട്ടോ, ആരും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളെ ഞാൻ ഒരു കാര്യപ്പെട്ടെ, നമ്മുടെ പാലാ ബിഷപ്പ് അവരുടെ പള്ളിക്കകത്ത് നടന്ന ഒരു സംഭവം എന്തെല്ലാം വിഷയമായിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ അവിടെ ചെന്ന് പാലായിൽ പോയി പുതിയ വലിച്ചടിക്കാൻ പോയത് എന്ന് പറഞ്ഞാല് ഇപ്പം മുമ്പ് പറഞ്ഞത് കാരണവന ഗോവിന്ദ സ്വാമി സമാധി ഇരുത്തേ ആ സ്വാമിയുടെ പ്രശ്നം വന്നപ്പോൾ എന്തെല്ലാം വിഷയം ഉണ്ടായി. ഇദ്ദേഹം പറയാൻ തുടങ്ങിയിട്ട് ഇന്നൊന്നിലൊന്നുമല്ല, ഒരു മാസമായിട്ട് ഇദ്ദേഹം ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ പ്രതികരിക്കാൻ ആരുമില്ല. പ്രതികരിക്കാൻ CPM അല്ല, പ്രതികരിക്കാൻ ആരുമില്ല. അത് കോൺഗ്രസിന് പ്രതികരിക്കില്ല. കോൺഗ്രസിന് വെച്ചാൽ അവിടെ ഇവിടെ നിന്നിട്ട് മുട്ടനാടിന്റെ തമ്മിൽ ചോര കുടിക്കുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസിനുള്ള, പുറത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ ഈ BJP-ക്കാർ പോലും പ്രതികരിക്കുന്നില്ലെന്ന് പറയുമ്പോഴേ ഇങ്ങനെയുള്ള ഭാഷയൊക്കെ ഒരു BJP-ക്കാർ സാധാരണ ചാടി വീണ്ട അവന്മാര് പോലും ഇല്ല. അപ്പൊ BJP എന്ന് വെച്ചാൽ ഇല്ല, കഴിവുള്ള BJP-ക്കാർ ഇവിടെ ഇല്ല. കേരളത്തിലെ BJP-ക്കാരെല്ലാം ഒരുപാട് കഴിവട്ട BJP-ക്കാർ. അതുകൊണ്ട് അതങ്ങനെ പോകുന്നത്. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും സമുദായങ്ങളും പറയും. അപ്പൊ ഇത് ചാടി വീഴരുത്. ചാടി മറ്റേ ഈ മുസ്ലിം സംഘടന ഇനി പുറത്തോട്ട് ചാടി വീഴാൻ ആരുടെയും വരരുത്. വന്നു കഴിയുമ്പോഴാണ് വിഷയം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് എന്ന് ചേരുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കാന്തപുരം ഒരു അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായം പുതിയ കാലത്തിന് യോജിച്ചല്ല, പിന്തിരിപ്പനാണ് ആ അഭിപ്രായം എന്ന് MV ഗോവിന്ദൻ പറയുന്നു. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമേ ആ തരത്തിൽ അതിനെ പ്രതികരിച്ചിട്ടുള്ളൂ. എന്താണ് താങ്കളുടെ അഭിപ്രായം? സത്യം പറഞ്ഞ ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞൂടാ ഇത് കണ്ടിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിം സഹോദരിമാരായിട്ടുള്ള കുട്ടികള് ഞങ്ങളിത് ഈ പ്രസ്താവന കേട്ടതിന് ശേഷം ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. നിങ്ങളാ ആ താടി വെച്ച മാള ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കാന്തപുരം, നിങ്ങൾക്ക് നമ്മളുടെയൊക്കെ മിണ്ടുമ്പോ പ്രശ്നമില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞെന്ന് പറയാ അങ്ങനെ താടിയെ എല്ലാം കൂടെ വലിച്ച് പൊതുവെ ദൂരെ കളയണം, അങ്ങനെ പ്രാന്താണെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് സമരം ചെയ്യും. അപ്പൊ അയ്യോ അങ്ങനെ പള്ളിയിൽ നിന്ന് വിലക്ക് വരും, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് അവരൊക്കെ ഈ കിളവന്മാരൊന്നും ഈ എവിടെയെങ്കിലും ഒരു പ്രസ്താവന ഇറക്കണ കേട്ടുകൊണ്ട് നമ്മൾ കിളവന്മാരെന്ന് പറഞ്ഞു പറയുന്നത് അദ്ദേഹം ഒരു മത നേതാവാണ്. അദ്ദേഹം അങ്ങനെ പ്രസ്താവന അല്ല വിമർശിക്കാൻ പറ്റും. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രായത്തെ വെച്ച് ആരെയും വിമർശിക്കുന്നത് അങ്ങനെ. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ വിമർശിച്ചോളൂ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എത്ര ശക്തമായി വിമർശിക്കാം. പറഞ്ഞത് ഇത് പരിഷ്കൃത സമൂഹമാണ് ഇത്. അങ്ങനെ ഏത് കാലത്ത് നടന്ന കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 10, 100, 200 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള രീതിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലിരിക്കുന്ന സംസ്ഥാനം ഏതാണ് അറിയാമോ? മലപ്പുറമാണ്, കോഴിക്കോടാണ്. ഇത്രയും ഈ കഴിഞ്ഞ എത്ര വർഷം കൊണ്ട് സ്ഥിരമായിട്ട് കപ്പറത്തോണ്ടിരിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ്. ആ പെൺകുട്ടികൾ അവർക്കൊക്കെ എന്ത് വിഷമാണെന്ന് അറിയാമോ? ഇങ്ങനെ അവരെ സഹപാഠികളായിട്ട് ഒരുമിച്ചല്ലേ അവർ നടക്കുന്നത്, ഒരുമിച്ചല്ലേ കളിക്കുന്നത്, ഒരുമിച്ചല്ലേ അവർ വളരുന്നത്.
ഇതൊക്കെ ഈ കിളവന്മാര് വന്ന് നിന്ന് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ, പക്ഷേ ഈ കേരളത്തിലാകെ എം വി ഗോവിന്ദൻ അല്ല മറ്റു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊന്നും പറയുന്നേ ഇല്ല. എന്താണ് എം പി ഗോവിന്ദൻ പറയുന്നത്? രാഷ്ട്രീയമാണ്, അതിന് സംശയമൊന്നും വേണ്ട. അതെ, മറ്റ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒന്നും മിണ്ടുന്നേ ഇല്ലല്ലോ. അല്ല, ബി ജെ പിക്കാരന്മാര് ചിലപ്പോൾ സംസാരിച്ചിരിക്കും, പക്ഷേ കോൺഗ്രസ്സുകാർ മിണ്ടൂല. ബി ജെ പിക്കാരെ മിണ്ടുന്നില്ല ഇതിനകത്ത്, ഇതുവരെ ആരും പറഞ്ഞ് സംസാരിച്ചു കേട്ടില്ല. സാറ് മിണ്ടി കഴിഞ്ഞാൽ അവരൊക്കെ ലീഗ് അവരെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും മിണ്ടൂല. അതല്ല, മറ്റേ ഈ ലീഗ് നിൽക്കുന്ന കാന്തപുരത്തിനെതിരെ പറയുന്നതിന് മടിക്കേണ്ട നോക്കാൻ ഇവിടെ ആൾക്കാരുള്ളത്. ഇവിടെ പിന്നെ ബി ജെ പിക്കാർ പിന്നെ പൊക്കി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പറയും ബി ജെ പിക്കാരന്മാര് രാഷ്ട്രീയം അല്ല ജാതി പറയണമെന്ന് പറയും. പിന്നെ ഇങ്ങനെയൊക്കെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഈ ജാതിയും മതത്തിനും ഒക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ. ധൈര്യമായിട്ട് പറയാം. മറ്റുള്ളവന്മാരൊക്കെ പറയാൻ നട്ടല്ലില്ലെന്നേ. പിന്നെ മുസ്ലിം ലീഗിനെ കസപ്പിച്ചുണ്ടാക്കണവന്മാരെ എങ്ങനെ പറയും? ബി ജെ പി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന് പറയും. അതിൽ 100% ഉറപ്പാണ്. പറയൂന്ന് പറഞ്ഞാൽ പറയും. പക്ഷെ ഈ കിളവന്മാർക്ക് നാണോ മാനോ ഇല്ലേ? 4, 5, 6, 7 പെണ്ണ് കെട്ടാം. അങ്ങനെ അത് ഇതുമായിട്ടൊന്നും വ്യക്തിപരമായ ആളുകളുടെ കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തേണ്ടതില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, ആ വിഷയം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളുടെ അഭിപ്രായത്തെ എത്ര ശക്തമായി വേണമെങ്കിലും വിമർശിക്കാം, പക്ഷെ അതിന്റെ പേരിൽ വ്യക്തിപരമായ വിമർശനങ്ങൾ പാടില്ല. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്തും ഒരുമിച്ച് സ്ത്രീയും പുരുഷനും പൊതുവിടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെ ഭയത്തോടെ, അല്ലെങ്കിൽ അത് അരുത്, മതത്തിനെതിരാണ് എന്നൊക്കെ ഒരു മത നേതാവ് പറയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായത്. എം വി ഗോവിന്ദൻ പറയുന്നു അത് ശരിയല്ല, അത് അറിവിന്തിരിപ്പനാണ് നിങ്ങളുടെ നിലപാട് എന്ന് പറയുന്നു. ഇതിൽ ആരുടെ കൂടെ നിൽക്കണം നമ്മൾ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ എത്തിയിട്ടാണ് 50 വർഷത്തിന് ശേഷം ഭൂമിയിൽ ഒരു മതങ്ങളും നിലനിൽക്കില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യന് അവർ ഏറ്റവും അവസാനം അപ്രത്യക്ഷമാകുന്ന മതം എക്സ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്നത് ഇസ്ലാം മതമായിരിക്കും വിശ്വസിക്കുന്നത്. അത് അതിന്റെ മഹത്വം കൊണ്ടല്ല, അതിൽ കൂടുതൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ആദ്യം ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കുന്നത്, പിന്നീട് മാറിപ്പോയി, വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. അത് തൃശ്ശൂർ ജില്ലയുടെ ഒരു പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു കനോലിക്കനാലിന്റെ തീരത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പറയില്ല. അവിടെ പറം കെട്ടും മുസ്ലിമുകളുടെ വീടിന്റെ മുമ്പിൽ. പറം കെട്ടുന്നത് മാത്രമല്ല, ബാക്ക് ഔട്ട്ഡോർ ഇങ്ങനെയാണെങ്കിൽ ഇൻഡോർ ഭയങ്കര പ്രശ്നമാണ്. ബാക്കിൽ പറം കെട്ടുന്ന വീടുകളിൽ തന്നെ ഭയങ്കര ലൈംഗിക അരാജകത്വമാണ്. ഒരു ആള് ശ്രീ ജോസഫ്, നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് താങ്കളുടെ വ്യക്തിപരമായ അത്തരം വിഷയങ്ങളുമായിട്ടാണ് നമുക്ക് ബന്ധപ്പെട്ട് തൽക്കാലം പോകാൻ നിർവാഹമില്ല. ശ്രീ ജോസഫ്, നമുക്ക് മറ്റൊരു ആളിലേക്ക് കിടക്കാം. ശ്രീ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ശ്രീ അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് യോജിച്ചതാണോ ശ്രീ കാന്തപുരത്തിന്റെ അഭിപ്രായം? അതിനെതിരെ എം വി ഗോവിന്ദൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏതിനോട് താങ്കൾ യോജിക്കുന്നു? ഈ വിഷയത്തില് സഹാബ് എം വി ഗോവിന്ദൻ കാണിച്ച ആർജവം, ധൈര്യം എന്നൊന്നും പറയണ്ട, അവർക്കൊക്കെ ഇൻഹെറിറ്റഡ് ആയിട്ട് ധൈര്യമുള്ളവരൊക്കെ തന്നെയാണ്. കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാതെ പോയത് ബൗദ്ധിക കേരളത്തിന് ഒരു അപവാദമാണെന്ന് ഞാൻ ആദ്യം പറയട്ടെ. പിന്നെ കാന്തപുരത്തിന്റെ അഭിപ്രായത്തിന് ശക്തമായ മറുപടി പറയേണ്ടത് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. കാരണം അത് അവരെ മാത്രം ബാധിക്കുന്നതാണ്. പൊതുവേദിയിലാവുമ്പോൾ നമ്മളൊക്കെ ഉറപ്പായിട്ട് ഇതിന് അഭിപ്രായം പറയും. അങ്ങനെയൊന്നുമില്ല. ഒരു അഭിപ്രായം പറയുന്നതിന് മുസ്ലിമിനെ പറഞ്ഞുകൊണ്ട് മുസ്ലിം തന്നെ പറയണം, ക്രിസ്ത്യാനിയെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി പറയണം, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അഭിപ്രായം പറയാം എന്നുള്ളതല്ല, അവരെയാണ് അത് കൂടുതലും ബാധിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ അത് ബാധിക്കുന്നില്ല, പക്ഷെ നമ്മൾ അതിന്റെ അഭിപ്രായം നമ്മളെ ബാധിക്കുന്നതും ബാധിക്കുന്നത് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അഭിപ്രായം പറയണം, പറഞ്ഞു വേണം പറയുകയാണ്. അപ്പൊ ഞാൻ കാന്തപുരത്തിനോടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു വെളിപ്പാട് അകലെയാണ് ഗൾഫ് രാജ്യം. 1-2 മണിക്കൂർ യാത്ര ചെയ്താൽ ഗൾഫിൽ ചെല്ലാം. അവിടെ അവിടെ ഇരുന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി കാന്തപുരത്തിന് ഇതൊന്ന് പറയാമോ? പറയാമെങ്കിൽ ഞാൻ അദ്ദേഹം പറയണം. അതൊരു മുസ്ലിം രാജ്യമല്ലേ, പറഞ്ഞിട്ട് അവിടുന്ന് കിട്ടുന്ന മറുപടി നമുക്കറിയാമല്ലോ അവിടുന്ന് എന്താണ് മറുപടി കിട്ടുന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ 35 വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതാണ്. ഞാൻ ഏറ്റവും അവസാനം ജോലി ചെയ്തത് ബഹ്റിനിലാണ് 25 വർഷത്തോളം. ബഹ്റിൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് വേണം നിങ്ങൾക്ക് വിളിക്കാം. ക്ലൈമറ്റ് കൊണ്ട് പാരീസിന്റെ ക്ലൈമറ്റ് ഒന്നുമില്ല, പക്ഷെ എല്ലാവിധ സംസ്കാരം കൊണ്ടും മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് വിളിക്കാം. അതൊരു മുസ്ലിം രാഷ്ട്രമാണ്. 100% മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണ്. 90-ലെ സൗദി അറേബ്യയും 2018-ലെ സൗദി അറേബ്യയും ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. രണ്ടിടത്തും അതേ ജോലി ചെയ്ത് മനസ്സിലാക്കിയതാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് നമ്മുടെ യൂട്യൂബിലെ ചില ചാറ്റുകളിലൂടെ ചില അഭിപ്രായങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. ശ്രീ നൌഷാദ് പുന്തലയാണ് പറയുന്നത്, കാന്തപുരം ഉസ്താദ് പറഞ്ഞത് മതനിയമമാണ്. ഗോവിന്ദൻ സ്വന്തം പാർട്ടിയിൽ സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാൻ നോക്കട്ടെ, കാന്തപുരത്തെ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ കാന്തപുരം പറഞ്ഞതുകൊണ്ട് മതനിയമം ആണെന്നൊക്കെ പറഞ്ഞാൽ അതിനെതിരെ തന്നെ ഈ പൊതുവേദിയിൽ തന്നെ ആളുകൾ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദിക്കും.
ചോദിക്കുന്നു അവിടെയൊന്നും ഈ നിയമമില്ലേ, പിന്നെ കാന്തപുരത്തിന് മാത്രമായിട്ട് എന്താണ് നിയമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീ നൌഷാദ് പുന്തല. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ കൂടിയുണ്ട്. പിന്നെ ഒരു മത നേതാവ് പറഞ്ഞ അഭിപ്രായത്തോട് രാഷ്ട്രീയ നേതാവിന് മറുപടി പറയരുത് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. ഏത് രാഷ്ട്രീയ നേതാവിനും ഒക്കെ പൊതുസമൂഹത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മറുപടി പറയാം. ശ്രീ സലീം പറയുന്നു മുസ്ലിങ്ങൾക്ക് കാന്തപുരം, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഗോവിന്ദനും. ഹിലാരി ടി എം പറയുന്നു കാലഹരണപ്പെട്ട കുറേ കിഴവന്മാരുണ്ട്, അവർ സമൂഹത്തിന് ശാപം. അത് ആരെ ഉദ്ദേശിച്ചാണോ എന്നറിയില്ല. എന്തായാലും അബ്ദുൽ നാസർ പറയുന്നു AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാം മത നിയമമാണ്, അത് മുസ്ലിങ്ങൾക്ക് ബാധകമായതാണ്, അത് ഇഷ്ടമുള്ളവർക്ക് അംഗീകരിച്ചാൽ മതി. ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്ന മതമല്ല, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. മറ്റേത് ഷാജി കെ ഹായ് കിരൺ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ഗോവിന്ദൻ പിടിച്ചു നിൽക്കാൻ നോക്കുന്തോറും കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെന്നാണ് ജയകുമാറിൻ്റെ അഭിപ്രായം. മറ്റ് ചിലർ കൂടി അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. ചില അഭിപ്രായങ്ങളൊക്കെ ഈ കാന്തപുരം ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് അലൻ ജോസ് ചോദിക്കുന്നു. രാജീവ് എന്ന് കുറുപ്പത്ത് എന്ന് പറയുന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നവരോട് ഒരു ചെറിയ വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ വായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മലയാളത്തിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൂർണ്ണമായി എഴുതിയാൽ നമുക്ക് വായിക്കാൻ കഴിയും. ഈ മംഗ്ലീഷൊക്കെ കൂടുതലായി എഴുതുമ്പോൾ അത് നമുക്ക് വായിച്ചെടുക്കാൻ തന്നെ അല്പസമയം എടുക്കും. ശ്രീ ഹസൈനാറാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ഹസൈനാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കാന്തപുരത്തിന്റെ അഭിപ്രായത്തോടാണോ താങ്കൾ യോജിക്കുന്നത്, അതോ MV ഗോവിന്ദന്റെ അഭിപ്രായത്തോടാണോ? സർ, പറയാനുള്ളത് പറയട്ടെ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ശരി. ഈ മലപ്പുറം ജില്ലയില് കാന്തപുരത്തിനെയോ രാഷ്ട്രീയ നേതാവായ ഗോവിന്ദനെയോ ഉൾപ്പെടുത്താത്ത വ്യക്തിപരമായ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. ഇത് സ്വാഭാവികമായും മതപരമായ കാര്യത്തിനോടോ രാഷ്ട്രീയപരമായ കാര്യത്തിനോടോ നമ്മൾ യോജിക്കുന്നില്ല. ഇത് സ്വാഭാവികമായും നടന്നു വരുന്ന ഒരു ചെറിയൊരു എക്സസൈസാണ്. ഈ എക്സർസൈസ് സ്ത്രീകൾ വേറെയും പുരുഷന്മാർ വേറെയും തമ്മിൽ കാണാത്ത രീതിയിലുള്ള ഈ എക്സർസൈസ് രാവിലെ പ്രഭാതത്തിൽ തുടങ്ങുന്ന ഈ സ്ത്രീകളും പുരുഷന്മാരും കാണാത്ത രീതിയിൽ എക്സർസൈസ് രണ്ടുപേരും കണ്ട് എക്സർസൈസ് മലപ്പുറം ജില്ലയിൽ ഇത് കാണുന്നേ ഇല്ല. കണ്ടാൽ എന്താണ് കുഴപ്പം ശ്രീ ഹസൈനാർ? അല്ല, കണ്ടാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതകൾ ഈ ഇതിനകത്തില്ല. അല്ല, കണ്ടാൽ എന്താണ് നമുക്ക് അത് പോട്ടെ, അത് എന്തെങ്കിലും ആ എക്സർസൈസും അതുമായി ബന്ധപ്പെട്ട് ചില മതസംഘടനകളുടെ ഇടപെടലും എക്സർസൈസ് ഒക്കെ പറയുന്നുണ്ട്. അത് പോട്ടെ, അത് വേറെ വിഷയം. നമ്മുടെ വിഷയം അതേ അല്ല. ആ എക്സർസൈസ് നടത്തുന്ന ആളുകൾക്ക് മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതൊക്കെ വേറെ വിഷയം. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് എക്സർസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഒരുമിച്ച് ഓരോ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരേപോലെ ഇടപെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അവകാശം വേണ്ടേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനകത്ത് എന്തെങ്കിലും ഈ കാലത്ത് അതിനെ എതിർക്കുന്നത് ശരിയാണോ? അതിൽ യാതൊരു കുഴപ്പങ്ങളും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇതിലൊരു രാഷ്ട്രീയമോ ഒരു മതപരമോ ഇതിൽ കുത്തിക്കലക്കുന്നതിന്റെ യാതൊരു കാര്യവും ഇതിനകത്തില്ല. അല്ല, അത് എനിക്ക് അതിനെക്കുറിച്ച് ശ്രീ ഹസൈനാർ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഈ മക്സവനുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുമായിട്ടുള്ള ബന്ധവും അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി മക്സവൻ ഉപയോഗിക്കുന്നതൊക്കെ ആരോപണങ്ങളുണ്ട്. അതിൽ ശരിതെറ്റുകളെ കുറിച്ചൊക്കെ പിന്നീട് അറിയേണ്ട കാര്യമാണ്. അത് അല്ല നമ്മുടെ വിഷയം. സർ, ഇതിൽ കാന്തപുരം വലിയ ആളാവാനോ ഗോവിന്ദൻ വലിയ ആളാവാനാണ് ശ്രമിക്കുന്നത്. ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ് ഇവരെല്ലാം. താങ്കൾ ഈ ആര് പറയുന്ന അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്? കാന്തപുരത്തിന്റെ അഭിപ്രായത്തോടാണ്? രണ്ടാൾ പറയുന്ന അഭിപ്രായത്തിനോട് യോജിപ്പില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പം സ്ത്രീകളും പുരുഷന്മാരും പൊതു ഇടങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നാണോ, നിൽക്കണ്ട എന്നാണോ? ഒരുമിച്ച് നിൽക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ആ നിയമത്തിലൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു വിരോധവുമില്ല എന്ന്. കാരണം ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളൊരു ഓഫീസിൽ സ്ത്രീയും പുരുഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും കുഴപ്പങ്ങൾ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇതല്ല, നമ്മളിപ്പോ ഒരു എക്സൈസ് ചെയ്യാണ് എങ്കിൽ ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് പറയുന്നത്. ഇവർ ഒരുമിച്ചല്ല, ഇത് കാണുന്നില്ല പരസ്പരം. ശരി, ഓക്കെ. കാണുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം, കണ്ടാൽ എന്താണ് കുഴപ്പം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വിഷയം. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീ ദീപു, കാന്തപുരത്തിന്റെ അഭിപ്രായവും ശ്രീ MV ഗോവിന്ദന്റെ അഭിപ്രായം ഒക്കെ താങ്കൾ കേട്ട് കാണും. താങ്കൾ ശക്തമായി രാഷ്ട്രീയം പറയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കാന്തപുരത്തിന്റെ വിമർശനത്തിന് കൂടി എന്താണ് താങ്കൾ അതുകൂടി ചേർത്ത് മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്നു? ഈ പൊതു ഇടത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ ഈ കാന്തപുരവും ഗോവിന്ദനും എന്ന് ചേർത്ത് വെക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്. ആ രാഷ്ട്രീയത്തെ എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് കാന്തപുരം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മറ്റ് ലീഗിന്റെ ഓർഡർലി ആയിട്ട് പ്രവർത്തിക്കുന്ന പല
മത നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന സമസ്തയിലെ ചില കൂട്ടങ്ങളും വന്നിട്ട് ഇതേ കാര്യങ്ങൾ പറയുന്നത്. ലീഗിന്റെ അണികളായിട്ട് പ്രവർത്തിക്കുന്നവര് അവരെന്തെല്ലാം വൃത്തികേടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായമായിട്ട് അതിനെ കാണണ്ട. ഗോവിന്ദ മാഷും അതും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തിയോ അല്ല, ഞാൻ പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടും കൂടെ കൂട്ടിക്കിട്ടുന്നതിലെ രാഷ്ട്രീയമാണ് വ്യത്യാസം. പൊതു ഇടത്ത് എങ്ങനെയാണ് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും എടുക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഗോവിന്ദ മാഷ് എടുത്തിട്ടുള്ളത്. കാന്തപുരം പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്. അത് അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നവർ മാത്രം അത് ഉൾക്കൊള്ളുകയോ ഉൾക്കൊള്ളാതിരിക്കുകയോ എന്തോ വേണേ ചെയ്യട്ടെ. പക്ഷെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അവരും കൂടെ ഉൾപ്പെടുന്നതായതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് കിരൺ പറയാറുണ്ട്. ഞാൻ കിരൺ ആയത് നമ്മുടെ മനു വരുമ്പോ പറയാന്ന് പറഞ്ഞത്. കാരണം കഴിഞ്ഞൊരു ചർച്ചയിൽ ഈ മനു ഉള്ള ഒരു ചർച്ചയിലെ കാര്യമായിരുന്നു. കാരണം ഈ പോത്തങ്കോട്ട് എന്ന് വിളിക്കുന്ന ഈ മഹാൻ എന്ത് വൃത്തികേടും അയാളുടെ ഭാഷയിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നൊന്ന് കാന്തപുരത്തിനെ ആരാധിക്കുന്ന ആൾക്കാരില്ലേ, ആ കാന്തപുരത്തിനെ കുറിച്ച് എന്ത് വൃത്തികേടാണ് അയാളുടെ സംസ്കാരം ഒരു ചാനലിൽ വന്നിട്ട് എന്ത് വിളമ്പാന്നാണോ? പറഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് പറയാനുള്ള അധികാരമില്ല. അദ്ദേഹത്തിന്റെ വായി തോന്നുന്ന വിവരക്കേട് ഒറ്റക്കാര്യം പറയാൻ അതന്നെ CPM ഇവിടെ പിരിക്കാൻ പോകും. CPM-ന്റെ കയ്യിൽ ഇങ്ങനെ ഈ പിരിവിന്റെ കെട്ടുകൾ ഇങ്ങനെ ആവശ്യത്തിൽ കൊടുത്ത് നിങ്ങൾ പിരിച്ചോളൂ എന്ന് പറയാം. ഇയാൾ എവിടുത്തെ CPM ശ്രീ പാലക്കാട് ശ്രീ അനൂപാണ് ചേരുന്നത്. എന്തായാലും നമ്മളത് പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരാണ്. ചിലർ പറയുമ്പോൾ അതിൽ മോശപ്പെട്ട അഭിപ്രായ രീതികളൊക്കെ ഉണ്ടാവും. പല രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ പലപരമായ വ്യക്തിപരമായ രീതിയിലൊക്കെ വരുന്നതാണ്. അതിനെ ആ സമയത്ത് തന്നെ പരമാവധി തിരുത്താൻ ചില സമയങ്ങളിൽ നമ്മൾ ഇതിനിടയിൽ കേൾക്കാതെ പോയി കഴിഞ്ഞാലേ ഉള്ളൂ, അല്ലെങ്കിൽ അന്നേരം തന്നെ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. അതിന് മറ്റ് പ്രേക്ഷകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം പറയുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ പറയാനുള്ള സമയം നമുക്ക് തികയില്ല. അതുകൊണ്ടാണ് ശ്രീ അനൂപ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങള്, ഇവിടെ നാട്ടില് കുറെ പെൺകുട്ടികള് പീഡനത്തിനെതിരെയാവുന്നു, മറ്റതിനെതിരെയാവുന്നു, മറിച്ചിനെതിരെയാവുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഈ 2025 കാലഘട്ടത്തില് ഏത് മേഖലയാണ് ഒരു പെൺകുട്ടി ഇല്ലാത്തത്? ഏത് മേഖലയാണ് ഒരു പെൺകുട്ടി? അല്പം കൂടെ വേഗത്തിൽ പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അല്ല, ചോദിക്കുകയാണ് ഞാൻ, ഏത് പെൺകുട്ടിയാണ്? എല്ലാ മേഖലയിലും ഉണ്ട്. താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ചുരുക്കി പറയാൻ. എന്തുകൊണ്ട് കാന്തപുരം സാർ ഇങ്ങനെ പറയുന്നു? അത് തെറ്റാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അറുവിന്ദ്രിപ്പനാണ് ആ നിലപാട് എന്നാണ് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദ സാറോട് ഞാൻ തീർച്ചയായിട്ടും അനുയോജിക്കുന്നു. ശരി, ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഈ സ്ത്രീകളും പുരുഷന്മാരും പൊതു ഇടങ്ങളിൽ തുല്യ അവകാശത്തോടുകൂടി ജീവിക്കേണ്ട ഒരു കാലത്ത് അതിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നു ഒരു മത നേതാവ്. അപ്പോൾ അതിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയുന്നു. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് ഇതിൽ അഭിപ്രായമൊന്നും ഇതുവരെ കേട്ടില്ല എന്ന കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടിയൊക്കെ വരും. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഗുഡ് ഈവനിങ്. ടീച്ചറാണ്. അപ്പം ഞാൻ ഈ ടീച്ചർ ഇപ്പോഴും പഠിപ്പിക്കുന്നു അതോ? പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓച്ചിറ സ്കൂളിലാണ്. എന്റെ വീട് ഓച്ചിറയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ സാറേ, ഈ കാന്തപുരം അദ്ദേഹം പറഞ്ഞത് ഒരു മതപുരോഹിതന്റെ ഒരു അഭിപ്രായം, മറ്റേ ഗോവിന്ദ സാറ് പറഞ്ഞത് ഇത് രണ്ടും കൂടെ ഞാൻ ഒരിക്കലും കണക്റ്റഡ് ആക്കുന്നില്ല സാറേ. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാലം, അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ വ്യക്തി എന്ന് പറയുന്നത് തന്നെ ഒരു വനിതയാണ്. അങ്ങനെ വനിതകൾ ഏതെല്ലാം പൊസിഷനില്ല, ആണിനും പെണ്ണിനും തുല്യ പരിഗണന കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം പൊതുവായിട്ടുള്ള ഒരു രീതി അല്ലല്ലേ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയം വേണ്ട, മതം വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അബ്ദുൽ നാസറാണ് വയനാട് നിന്നും. ശ്രീ അബ്ദുൽ നാസർ, താങ്കൾ എങ്ങനെയാണ് കാന്തപുരത്തോട് യോജിക്കുന്നോ MV ഗോവിന്ദനോട് യോജിക്കുന്നോ? സാറേ, ഗോവിന്ദന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ലൈനാണ്. കാരണം കാലാകാലങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ ഇറങ്ങുമ്പോൾ ഗോവിന്ദ മാഷ് പലതും പറയും.
അപ്പൊ ഈ കാന്തപുരം എന്ന് പറഞ്ഞാൽ അതൊരു മത അടിസ്ഥാനത്തിൽ അവർ പറയാണ്. അത് ഉൾക്കൊണ്ടേവർ ഉൾക്കൊണ്ടോട്ടെ, അല്ലാത്തവർ വിട്ടോട്ടെ. അങ്ങനെ പറഞ്ഞു തള്ളാൻ കഴിയുമോ ശ്രീ അബ്ദുൽ നാസർ? അങ്ങനെ ഒരു മതത്തിന്റെ നേതാവാണ് എന്ന് കരുതി അവിടെ ഒരു പുതിയ കാലത്തിന് യോജിക്കാത്ത അഭിപ്രായം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ പേര് ഉൾക്കൊണ്ടോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ നമുക്ക്? അല്ല സാറേ, ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം, അല്ലേ? മതപണ്ഡിതനാണ് അതൊക്കെയാണ് അല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗത്തിനെ മാത്രമാണല്ലോ, മറുവിഭാഗത്തിനെ പറഞ്ഞിട്ടില്ല. അല്ല, ആ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കൂടെ അവകാശത്തിനും കൂടി ശബ്ദിക്കാൻ ബാധ്യസ്ഥരല്ലേ ഈ സമൂഹത്തിലെ രാഷ്ട്രീയക്കാർ? അല്ല, ഇത് മതാടിസ്ഥാനത്തിലാണെങ്കിൽ കാന്തപുരം പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ഗോവിന്ദന്റെ ലൈനോട് നമുക്ക് യോജിക്കാനാവില്ല. അതെന്താണ് യോജിക്കാനാവാത്തത്? അദ്ദേഹം ഒരു പാർട്ടിക്കാരാണ്, നിരീശ്വരവാദിയാണ്, ഒക്കെയാണ്. അദ്ദേഹം ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരാളല്ല, ആണോ? അല്ല, ഒരു അഭിപ്രായം പറഞ്ഞു. ആ മതത്തിലെ ആളുകളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ, അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾ കൂടി പറയാൻ കേരളത്തിലെ രാഷ്ട്രീയ ഞാൻ പറയട്ടെ, ഞാൻ നിൽക്കുന്നിടത്ത് കൽപ്പറ്റയിൽ ഈ സംഭവമുണ്ട്. പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇടകലർന്ന് നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പ്രശ്നം നമ്മളൊരു ബസ്സിൽ കയറിയാൽ പുരുഷന്മാരുള്ള ബസ്സിനകത്ത് സ്ത്രീകൾ കയറണ്ടെന്ന് പറയാൻ പറ്റുമോ? സാറേ, ബസ്സും ഇത് എക്സസൈസ് ആയിട്ട് രണ്ടായിട്ട് കാണണ്ടേ? ബസ്സിൽ നമ്മളെ ട്രെയിനിലൊക്കെ ആളുകൾ രാവിലെ ഈ തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനൊക്കെ കയറി കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീകളും നിൽക്കുന്നതൊക്കെ ആരാണെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ ഇടിച്ചമങ്ങി നിന്നാണ്. കാര്യങ്ങളില്ല, അതൊരു യാത്രയാണ്, അതൊരു എക്സസൈസോ കാര്യങ്ങളോ അല്ല. ഇതൊരു പാർട്ടി ലൈനിന്റെ ഒരു അച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഗോവിന്ദ മാഷ് കളിക്കുന്നത്. ശ്രീ അബ്ദുൽ നാസർ, എന്റെ ചോദ്യം അതല്ല. ഇങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എക്സർസൈസിന് പിന്നിൽ വേറെന്തെങ്കിലും താല്പര്യമുണ്ടോ ആ ഗ്രൂപ്പിൽ എന്നുള്ള കാര്യം നമുക്ക് മാറ്റി നിർത്താം. എക്സർസൈസ് ആണും പെണ്ണും ഒരുമിച്ച് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അത് അബൂബക്കർ മുസ്ലിം പറഞ്ഞോട് ഞാൻ 100% യോജിപ്പുണ്ട് സാർ. ആര് പറഞ്ഞോടാ? അബൂബക്കർ മുസ്ലിം താങ്കൾ പറയുന്നത് അങ്ങനെ എക്സർസൈസ് ഒരുമിച്ച് ചെയ്യരുതെന്നാണ്. ചെയ്യരുതെന്ന് കാര്യം എന്താണ്? അല്ല, കാര്യമൊന്നല്ല. അതൊരു ഞങ്ങളൊരു മതാടിസ്ഥാനത്തിൽ പരമായിട്ട് മതപണ്ഡിതൻ പറയും. അത്ര വിവരം എനിക്കില്ലെങ്കിലും ഒരു മതപണ്ഡിതനാണ് അത് പറയുന്നത്. അത് കേൾക്കട്ടെ. ദുബൈയിൽ ഒരാൾ പറഞ്ഞു, ദുബൈയിലും സൗദി അറേബ്യയിലും 10-23 വർഷക്കാലം ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചടങ്ങുകളൊക്കെ അവിടെ നേരത്തെ ഒരാൾ ഉദാഹരണം കൃത്യമായി ഒന്നുമില്ല. അത് അദ്ദേഹം സൗദി അറേബ്യയിൽ ഇപ്പോഴത്തെ ഇത് വെച്ച് പറഞ്ഞു അങ്ങനത്തെ യാതൊരു സംഭവം ഇല്ല. ജോലി ചെയ്യുന്നുണ്ട്, ഓക്കെ, സമത്വപരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ ഒരു എക്സസൈസോ കാര്യങ്ങളോ നമുക്ക് അതിൽ സൗദി അറേബ്യയിൽ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ അബ്ദുൽ നാസർ, ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം. ഈ എക്സർസൈസ് ചെയ്ത ആരും മറ്റയാളുടെ ദേഹത്ത് തൊട്ടല്ല എക്സർസൈസ് ചെയ്യുന്നത്, അകന്നു നിന്നാണ് എക്സർസൈസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ മാത്രം പറ്റില്ല. മുസ്ലിം പറഞ്ഞതിന് എന്തിനാണ് ഇത്ര വെമ്പൽ കൊള്ളുന്നത്? പുതിയ കാലത്തിന് യോജിച്ചല്ലെങ്കിൽ അത് തള്ളി പറയണ്ടേ നമ്മൾ? അല്ല, പുതിയ കാലത്തിന് യോജിച്ചതല്ലെങ്കിലും ഗോവിന്ദ മാഷ് എടുത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നാണ് ഞാൻ നോക്കുന്നത്. ഭരണത്തിൽ വരണം, അതിനുള്ള കളിയാണ് അദ്ദേഹം കളിക്കുന്നത്. ശ്രീ അബ്ദുൽ നാസർ, ഗോവിന്ദ മാഷ് എം വി ഗോവിന്ദൻ ഈ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? എല്ലാ പാർട്ടിയുടെ നേതാക്കളും ഇതുപോലെ അഭിപ്രായം പറയേണ്ടവരാണ്. ശരി, ഓക്കെ. ശ്രീ റഫീഖാണ്, ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഫീഖ്, കുറെ ആളുകളൊക്കെ നേരത്തെ സംസാരിച്ചത്, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറെ ആളുകളൊക്കെ ഗൾഫിലെ പല രാജ്യങ്ങളെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ അങ്ങനെയല്ല, അവിടെ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിനെക്കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചവർ അവിടെ അങ്ങനെയല്ല, വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. താങ്കൾ കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. ഞാൻ ഒരു കാര്യം കൂടി, ഞാൻ ദുബായിൽ തന്നെ വിളിക്കുന്നത്. ശരി. എന്റെ വീട് ഗുരുവായൂരാണ്. പക്ഷെ ഞാൻ ഈ കാന്തപുരം പറഞ്ഞ ഒരു ഇതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല, 100% യോജിക്കുന്നില്ല. പിന്നെ ഇതിന് മുന്നേ വിളിച്ച ഒരു എന്താ അബ്ദുൽ നാസറിനോ പറഞ്ഞ സൗദിയിൽ നിന്ന് പറഞ്ഞിട്ടില്ലേ, ഇയാളുടെ ഈ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. സൗദി ഏറ്റവും നമ്മൾ പുണ്യമായിട്ട് കണക്കാക്കുന്നതാണല്ലോ നമ്മൾ ഹജ്ജ്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചല്ലേ? അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? പറഞ്ഞോളൂ. ഇല്ല. അതുപോലെ തന്നെ ദുബായിലുണ്ട്, നമ്മളുടെ യോഗ നടക്കുന്നുണ്ട് പബ്ലിക് തന്നെ. അവിടെയും എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യണത്. അതിനെന്താ പ്രശ്നം? ഇയാൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 1400-ലാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദ മാഷെ സപ്പോർട്ട് ചെയ്ത് പറയണതോ അല്ലാതെ ഇയാൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 1400-ലാണ്. ശരി, വ്യക്തമാണ്. ശ്രീ സുരേഷ് ആണ്, അബുദാബിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ സുരേഷ്, താങ്കൾക്ക് ഇതിലേത് അഭിപ്രായത്തോടാണ് യോജിക്കാൻ കഴിയുക? ഇതില് ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാന്തപുരം പറഞ്ഞതും കറക്റ്റാണ്, ഗോവിന്ദ മാഷും പറഞ്ഞതും, രണ്ടുപേരും പറഞ്ഞതും കറക്റ്റാണ്. അതെന്താണ് അങ്ങനെ രണ്ടുപേരും പറഞ്ഞത്? അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാന്തപുരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പഴയ മനുഷ്യനല്ലേ, പഴയ ചിന്താഗതിക്കാരനാണ്. അപ്പൊ അത് വെച്ചിട്ട് പുള്ളി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് പിന്നെ പഴയ മനുഷ്യനാണ് എന്ന് കരുതി അവർ പറയുന്നതെല്ലാം പുതിയ കാലത്തെ ആൾക്കാരോട് അംഗീകരിക്കണ്ട. ഞാൻ പറഞ്ഞത് പുള്ളിയുടെ റൈറ്റ് വെച്ചിട്ട് പറഞ്ഞത്, പഴയ ആളായോണ്ട് പറഞ്ഞത് കറക്റ്റ്, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അത് ആരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ.
അല്ല, പക്ഷെ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ഒരാൾ. അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. പക്ഷെ നമുക്കത് അദ്ദേഹത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോൾ നമുക്ക് തെറ്റാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെന്താണ്? ആരുടെ വശത്ത് നോക്കിയാലും തെറ്റ് ശരിയായി മാറുമോ? ഇല്ലില്ല. ഓക്കെ, അതിപ്പോ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പഴയ ആൾ വെച്ചിട്ട് ഗോവിന്ദ മാഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇത് രാഷ്ട്രീയപരമായിട്ടല്ല ഗോവിന്ദ മാഷ് പറഞ്ഞതെങ്കിൽ 100% ഗോവിന്ദൻ മാഷയുടെ പക്ഷത്താണ്. നമുക്കറിയാലോ എങ്ങനെയാണ് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം പല കാലങ്ങളിലായി നിലപാടെടുത്തിട്ടുള്ളത്, ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണ് കൂടുതൽ ചാഞ്ഞു നിന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാം ഇത് അറിയാൻ വയ്യാത്തവരാരും ഇല്ലല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മള് ഇത് സംഭവം സൗദി പിന്നെ ദുബായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം അതിൻ്റെതായിട്ട് സൗദിയിലൊക്കെ കളിച്ചു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായത്. പുതിയ കാലത്ത് സ്ത്രീക്കും പുരുഷനും സമത്വം വേണം, എല്ലാ സ്ഥലത്തും തുല്യത വേണം, അതിന് ആ അവകാശത്തിന് വേണ്ടിയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ള അഭിപ്രായമായിരുന്നു പൊതുവെ ഉണ്ടായത്. പക്ഷേ ചിലരെങ്കിലും മറിച്ച് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എം വി ഗോവിന്ദൻ്റെ അഭിപ്രായത്തോട് യോജിച്ചവരും അതുകൊണ്ട് എം വി ഗോവിന്ദൻ രാഷ്ട്രീയപരമായിട്ടാണ് ഇത്തരം അഭിപ്രായം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. എന്തായാലും ഈ പ്രതിവേദിയിൽ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ തീവ്രമായി പ്രതികരിക്കുന്ന ചിലരൊന്നും ഇന്ന് വിളിച്ചില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.